തിരുവനന്തപുരം സദ്യ നമ്മൾ മലബാറുകാരുടെ സദ്യയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് തിരുവനന്തപുരം പോയപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ സദ്യ ആദ്യം തന്നെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാ വിഭവങ്ങളും. അതിൻ്റെ ഒപ്പം ചെറിയൊരു പരിപ്പ് വടയും അതുപോലെ തന്നെ ഒരു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ ചോറ് വന്നു. കുറച്ച് ചോറാണ് ഉണ്ടാവുള്ളൂ. ആ ചോറ് നമ്മൾ മൂന്നായിട്ട് തിരിക്കണം. ആദ്യം പരിപ്പും നെയ്യും വരും, അതാണ് നിങ്ങൾ മുമ്പ് കണ്ടത്. അതിന് ശേഷം അടുത്തായിട്ടുള്ള സാമ്പാർ വരും. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വന്നു പോകട്ടോ. അങ്ങനെ സാമ്പാർ കൂട്ടി ചോറ് വെച്ചതിന് ശേഷം നമ്മുടെ അടപ്രഥമൻ പായസമാണ് വന്നത്. പഴവും പപ്പടവും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനത് കഴിച്ചത്. ശരിക്കും അങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്ന് അവിടെ അടുത്തുള്ളവർ കഴിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിന് ശേഷം ഒരു പരിപ്പിൻ്റെ പായസമാണ് വന്നത്. അതിന് ശേഷം ഒരു പഴത്തിൻ്റെ പായസവും വന്നു കേട്ടോ. പരിപ്പ് പ്രഥമനും പഴം പ്രഥമനും ആയിരുന്നു കേട്ടോ നിങ്ങൾ മുമ്പ് കണ്ടത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബോളി എത്തിയിട്ടുണ്ട്. ബോളി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നതാണ് നമ്മുടെ പാൽപ്പായസം. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് കുറച്ച് പായസമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം വീണ്ടും ചോറ് വരും, വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ എൻ്റെ ഊണ് അവിടെ ബാക്കി ഉണ്ടായിരുന്നു. ഇവരെ സദ്യ അവസാനിക്കുക പുളിശ്ശേരി രസം മോരിലൂടെയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അത് കൂട്ടി നമ്മൾ കഴിച്ചു.